ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിജയത്തിനെ കുറിച്ചാണ്. എന്താണ് വിജയം? അതെങ്ങനെ നമുക്ക് കൈവരിക്കാം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധിയാണ് വിജയം, അതായത് ഉയർച്ച, അല്ലേ? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ്, ഫുൾഫിൽ ആയിട്ടുള്ള ലൈഫ് നയിക്കുക. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. അതാണ് വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വിജയത്തിനർത്ഥം അംഗീകാരവും നേതൃത്വം കൈവരിക്കലും നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കലും സമൂഹത്തിലെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കലുമാണ്. നമുക്ക് നല്ല വീട് വേണം, ഓരോ ഒഴിവുകാലങ്ങളിലും യാത്ര പോകാൻ കഴിയണം, സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകണം, അതായത് സാമ്പത്തിക സുരക്ഷിതത്വം. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയണം, അവരുടെ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിജയം കൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മാഭിമാനമാണ്. നമുക്ക് വിജയം ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവോ? ഇല്ല. ഭയം, നിരാശ, പരാജയം എന്നിവയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതും വിജയമാണല്ലേ. എല്ലാ മനുഷ്യജീവികൾക്കും വിജയം ആവശ്യമാണ്. ഈ ജീവിതത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് എനിക്ക് വേണമെന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാവരും ഒന്നാമതെത്താനല്ലേ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും രണ്ടാമതാവണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒന്നാമതെത്തണം. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നതാണ്. വിജയം എന്നതൊരു മൈൻഡ് സെറ്റാണ്. സാമ്പത്തികമായി മാത്രം നമുക്ക് ഉയർന്നാൽ മതിയോ? പോരാ. നല്ലൊരു കുടുംബം വേണം. ആത്മീയമായും സാമൂഹികമായും നമുക്ക് ഉയർച്ചയും വേണം. അതുപോലെ സാമ്പത്തികമായ സുരക്ഷിതത്വവും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ശരിയല്ലേ? അറ്റ് എ ടൈം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും വേണം. വിജയം കൈവരിക്കാൻ എന്താ ചെയ്യണ്ടേ? വിജയിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കണം. നിങ്ങൾക്കത് സാധിക്കും. അതായത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, വിശ്വാസത്തിന് മലകളെ മാറ്റാൻ കഴിയുമെന്ന്. വിജയത്തിൻ്റെ ആദ്യപടി എന്താണെന്നറിയോ? നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഈ പടി ഒഴിവാക്കി നമുക്ക് മുകളിലോട്ട് പോകാനേ കഴിയില്ല. അതിനുവേണ്ടി നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത്? സാമ്പത്തികമായി മാത്രം മതിയോ? കുടുംബം, ആരോഗ്യം എല്ലാം വേണം അല്ലേ? അതെല്ലാം കൂടി ആലോചിച്ച് നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താണ് നിങ്ങളുടെ വിജയം എന്ന് ആദ്യമേ അത് മനസ്സിലാക്കണം. അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ആദ്യം നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എന്താ വേണ്ടത്, എന്ത് കിട്ടിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, വിജയം ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി അത് എഴുതി വെക്കണം. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. അതായത് വിജയത്തിനെ കുറിച്ച് ചിന്തിക്കണം, പരാജയത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ജോലി സ്ഥലത്തും നമ്മുടെ വീട്ടിലും പരാജയപ്പെട്ടു പോകുമോ എന്ന ചിന്ത ഉണ്ടാവരുത്. ഇതിൽ എന്ത് വിഷമം വന്നാലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഞാൻ വിജയിക്കും. അല്ലാതെ ഞാൻ പരാജയപ്പെടാൻ ഇടയുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല, അയ്യോ ഇത് പരാജയപ്പെടുവോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും കടന്നു വരാറുണ്ട്. രണ്ട് ചിന്ത കടന്നു വരും, വിജയവും ഒന്ന് പരാജയവും. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ എന്ത് സിറ്റുവേഷൻ ആയാലും നമ്മൾ വിജയിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ വിജയിക്കും എന്ന് തന്നെ ചിന്തിക്കണം. അതായത് ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ എന്താണോ
നിങ്ങൾ എന്താണെന്നാണോ കരുതി നിങ്ങളിരിക്കുന്നത് അതിലും മികച്ചവനാണ് നിങ്ങളെന്ന് മനസ്സിനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തോട് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നിലനിർത്തണം. എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാവർക്കും വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.